പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് വിശുദ്ധ കുർബാനയുടെ ചില മുൻകുറികൾ. വിശുദ്ധ കുർബാന എന്തുകൊണ്ട് നമുക്ക് അനുഭവമായി തീരുന്നില്ല, അതുപോലെ വിശുദ്ധ കുർബാന ഉപയോഗിക്കുന്ന മുദ്രകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയെ ഒരു തൃത്വ ആരാധന എന്ന നിലയിൽ പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന ആരാധനയെ തൃത്വ ആരാധനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളതും. എന്താണ് തൃത്വാരാധന? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന ആരാധന. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, വിശുദ്ധ കുർബാന പിതാവിന് അർപ്പിക്കുന്ന ഒരു ബലിയാണ്. അത് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരമാണ് ആ ബലി അർപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ടാണ് ഈ ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ എല്ലാ സംബോധനകളും പിതാവായ ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന ബലിയിലെ പ്രാർത്ഥനകൾ മുഴുവൻ തന്നെയും. അവസാന ഭാഗത്ത്, ബലിയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിനോട് യാചിക്കുന്നത്. പിതാവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, പിതാവിനർപ്പിക്കുന്ന ഒരു ബലിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആരാണ് ആ ബലി അർപ്പിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസ സമൂഹം, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അർപ്പിക്കുന്ന ഒരു ബലിയാണ് അത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുന്നു. പിന്നീട് നമ്മൾ മൂന്നാമത് തിരിച്ചറിയുക, അത് പരിശുദ്ധ റൂഹായുടെ സഹായത്താലാണ് അല്ലെങ്കിൽ ശക്തി കൊണ്ടാണ് ആ ബലി അർപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന എന്ന ബലിയെ പൂർത്തീകരിക്കുന്നത് പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമേ അത് തൃത്വാരാധനയായിട്ട് വരികയുള്ളൂ. തൃത്വാരാധനയ്ക്ക് മാത്രമേ ആത്മാവിൽ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ 3 ഘടകങ്ങളെ നമ്മുടെ മനസ്സിൽ കണ്ട് വേണം വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ നമ്മൾ പങ്കെടുക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ആശീർവാദത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ആരംഭിക്കുന്നതിന് ഭാഗമായി ദർഗായിലേക്ക് കയറി പുരോഹിതൻ നൽകുന്ന ആദ്യത്തെ ആശീർവാദമാണ് ഇത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥമായിട്ട് ഒരു തൃത്വ ആരാധനയിലേക്ക്, സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആർജിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിൽക്കേണ്ടത്. പിറുപിറുപ്പോടുകൂടി വരുന്ന ഒരു വ്യക്തി, ഒരുപാട് പ്രാർത്ഥനകളുടെ സമാഹാരവുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഈ സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയായി മാറുകയില്ല. അതുകൊണ്ടാണ് ദീർഘമായ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പുള്ള സന്ധ്യയ്ക്കും അതുപോലെ പ്രഭാതത്തിലും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു വ്യക്തി വിശുദ്ധ കുർബാന എന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും ഏവങ്കേലിയനുകളും വായിക്കപ്പെടുന്നുണ്ട്, സുവിശേഷ ഭാഗങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയാണ് ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് വരുന്നത്. അതാണല്ലോ നമ്മൾ കാണുന്നത്. നോഹ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ചെയ്ത മനോഹരമായ ഒരു പ്രവൃത്തിയുണ്ട്. അത് അവനൊരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. എന്തുമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആയിരിക്കും നോഹ അത് ബലിയർപ്പിച്ചത്. മാനവരാശി മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇതാ ദൈവം കാണിച്ചു കൊടുത്ത ആ പെട്ടകത്തിൽ സഞ്ചരിച്ചുകൊണ്ട്, ജലപ്പരപ്പിൻ്റെ മുകളിൽ സഞ്ചരിച്ചുകൊണ്ട് അവനെ അരാരത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചു. ആ പെട്ടകത്തിൽ നിന്ന് ദൈവം അവനെ പുറത്തിറക്കി. അപ്പോൾ അവൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ബലിപീഠം പണിത് അവനെ ആരാധിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 8:21 നമ്മൾ കാണുന്നുണ്ട്, ബലിപീഠത്തിൽ നിന്ന് സുഗന്ധവാസനം മണത്തപ്പോൾ യഹോവയായ ദൈവം ഇനിമേൽ മാനവരാശിയെ ജലപ്രളയത്തിലൂടെ നശിപ്പിക്കുകയില്ല എന്ന് മനോഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആരാധന പിതാവിൻ്റെ അടുക്കിലെത്തി. നമ്മൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണത്, നോഹ അർപ്പിച്ച ബലി.
അതുതന്നെയാണല്ലോ വിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെട്ടത്. പഴയ നിയമ ബലി ഒരു നിഴലായിരുന്നു, അതിൻ്റെ യഥാർത്ഥമായ രൂപം അത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പിതാവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ അതോടൊപ്പം വിശ്വാസികൾ ബലിപീഠത്തെ സമീപിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുക, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ആ പിതാവ് നൽകിയ അനുഗ്രഹങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ബലിപീഠത്തെ സമീപിക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നത് പുത്രൻ്റെ കൃപ. എന്താണ് പുത്രൻ്റെ കൃപ എന്ന് പറയുന്നത്? യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന കൃപ എന്താണ്? അത് മറ്റൊന്നുമല്ല, പാപമോചനത്തിൻ്റെ കൃപയാണ്. നമ്മുടെ നിരവധിയായ പാപകടങ്ങൾ, ഒരുപക്ഷെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾ, എല്ലാ മനുഷ്യരും തന്നെ പലതരത്തിലുള്ള പാപങ്ങൾക്ക് അടിമകളായി തീർന്നിട്ടുണ്ട്. എന്നാൽ അത് പിതാവിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. പിതാവിന് ബലി അർപ്പിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പോഴാണ് പുത്രൻ തമ്പുരാൻ്റെ കൃപ നമ്മളെ പൊതിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിൻ്റെ കൃപയാണ്. അപ്പോൾ അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, ഉപസാരമെന്ന കൂദാശയിലൂടെ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപ, പാപമോചനത്തിൻ്റെ കൃപ നമ്മളെ പിതാവിലേക്ക് അടുപ്പിക്കുന്നു. പിതാവിന് ബലി അർപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് പുത്രൻ തമ്പുരാൻ്റെ കൃപയെ നമ്മൾ അനുഭവിച്ചവരായിരിക്കണം വിശുദ്ധ കുർബാന എന്ന ബലിയെ സമീപിക്കുന്ന ഒരു വ്യക്തി. വീണ്ടും നമ്മൾ കാണുന്നത് പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും. എങ്ങനെയാണത് ആർജിക്കുക? പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തരുന്ന ഉന്നതമായ ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശുദ്ധമുള്ള ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികമായി കൊടുക്കും എന്ന്. അങ്ങനെ പിതാവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മിലുണ്ടായിരിക്കട്ടെ എന്നാണ് പുരോഹിതൻ ആദ്യത്തെ ആശീർവാദത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്, ശക്തി കൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷാ വേളയിലും അതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുശ്രൂഷയുടെ അവസാനത്തെ കാലത്ത് നമുക്കറിയാം, സഹീവൻ മാളികയിൽ പഴയ നിയമ പെസഹായെ മാറ്റിക്കൊണ്ട് പുതിയ നിയമ പെസഹായായിട്ട് അപ്പവീഞ്ഞുകളുടെ കുദാശ അല്ലെങ്കിൽ ആരാധന കർത്താവ് സ്ഥാപിച്ചു. അതിനുശേഷം എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ആ ബലിയെക്കുറിച്ചുള്ള ഓർമ്മ അവരിൽ ജനിപ്പിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക, കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ കാലത്ത് വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കാനായിട്ട് തൻ്റെ ശിഷ്യ സമൂഹത്തെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ആവശ്യപ്പെട്ടില്ല. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് 40 ദിവസം ശിഷ്യന്മാരോടൊപ്പമായിരുന്നു. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു പല പ്രാവശ്യം. അപ്പോഴൊന്നും അവരോട് ബലി അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടില്ല. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക എന്ന്. അങ്ങനെ അവർ 120 ശിഷ്യന്മാർ ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ റൂഹ അവരുടെ മേൽ എഴുന്നള്ളി വന്നു. ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കുന്നത്. കർത്താവ് അവരെ ഫലമേൽപ്പിച്ച ആ ബലിയർപ്പണം പഴയ നിയമ പെസഹായെ നീക്കിക്കൊണ്ട് പുതിയ നിയമ പെസഹായാകുന്ന വിശുദ്ധ കുർബാനയെ അവർക്ക് നൽകിയെങ്കിൽ ആ ശിഷ്യന്മാർ ആദ്യമായിട്ട് ബലി അർപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ബലി അർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ റൂഹായെ വിശുദ്ധ കുർബാനയിൽ ആവസിക്കുന്നുണ്ട്. ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ റൂഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റു പ്രാർത്ഥനകളിലും പുരോഹിതൻ 3 ഒബ്ജക്റ്റുകളിലേക്കാണ് പരിശുദ്ധാത്മാവിനെ ആവസിക്കുന്നത്. അത് ഒന്ന് ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളുടെ മേലാണ്, 2
ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ പുരോഹിതൻ്റെ പേരിലാണ്. മൂന്നാമത് വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവൻ മേലുമാണ്. അങ്ങനെ ബലിയർപ്പിക്കുന്ന വിശ്വാസിയുടെ മേൽ, ബലിയർപ്പിക്കുന്ന പുരോഹിതൻ്റെ മേൽ, ബലിവസ്തുവാകുന്ന അപ്പവീഞ്ഞുകളുടെ മേൽ പരിശുദ്ധ റൂഹായെ ആവസിക്കുന്നു. അല്ലെങ്കിൽ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഈ 3 മേഖലകളിലാണ്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും അത് ഒരു തൃത്വാരാധനയായി മാറണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം, ആ പരിശുദ്ധാത്മാവിന് ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ റൂഹായുടെ ശക്തി നമ്മിൽ വെളിപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യണം. പുരോഹിതൻ റൂഹാക്ഷണ പ്രാർത്ഥന നടത്തുമ്പോൾ വിശ്വാസികളും പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ ഉരുവിടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് ഒരു ബലിയെ പൂർത്തിയാക്കുന്നത്. അതൊരു തൃത്വാരാധനയായിട്ട് അതിനെ ഉയർത്തുന്നത്. നമ്മൾ എന്താണോ നമ്മൾ ആരാധിക്കുന്നത്, ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത്, അതായിട്ട് നമ്മൾ മാറുന്നു. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ആ ഒരു സംസർഗം നമുക്ക് ലഭിക്കുന്നു. പിതാവുമായിട്ടുള്ള സംസർഗം, പുത്രനുമായിട്ടുള്ള സംസർഗം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംസർഗവും സഹവാസവും നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും സാധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ഒരു തൃത്വാരാധനയായിട്ട് മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 4 കൂട്ടം ആത്മാക്കൾ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാണ്. അത് വിശുദ്ധ കുർബാനയുടെ ഒരുക്കത്തിൽ തുയോബോ ശുശ്രൂഷയിൽ 4 കൂട്ടം ആത്മാക്കളെ പുരോഹിതൻ ബലിപീഠത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിന് ഇൻവോക്കിംഗ് ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, നമ്മൾ പറയുന്നത് ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. സുറിയാനി പിതാക്കന്മാരെ വിശുദ്ധ കുർബാനയിൽ പുരോഹിതന്മാരോട് ആവശ്യപ്പെടുന്നത് ഈ 4 കൂട്ടം ആത്മാക്കളെ ഓർക്കുക എന്നാണ്. ഓർമ്മിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം ഇൻവോക്കിംഗ്, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായെ ക്ഷണിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. എന്നാൽ നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു ആരാധനയായിട്ടല്ല പിതാക്കന്മാരതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാക്കളെ സ്മരിക്കുമ്പോൾ അത് അവിടെ സന്നിഹിതമാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു വ്യവസ്ഥയും കൂടാതെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുന്ന, അല്ലെങ്കിൽ ആത്മാക്കളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ആരാധനയായിട്ടല്ല, ആത്മാക്കളെ ഓർമ്മിക്കുമ്പോൾ ആ ആത്മാക്കൾ സന്നിഹിതമാകുന്നു എന്ന അർത്ഥത്തിലാണ് സുറിയാനി പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ് ഈ 4 കൂട്ടം ആത്മാക്കൾ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ അത് ഒരു തൃത്വാരാധനയായി രൂപം കൊള്ളുകയുള്ളൂ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ആരാധനയെ സജീവമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ആത്മീകമായ ഒരു സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ആദ്യമായിട്ട് പുരോഹിതൻ ഓർമ്മിക്കുന്ന മേഖല അതാണ്. രണ്ടാമത് സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ, അതായത് ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഐക്യപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരെ ഓർമ്മിക്കുന്നു. മൂന്നാമതായിട്ട് വൈദികന്മാരും മൽപ്പാന്മാരും, വാങ്ങിപ്പോയ വൈദികരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മ ബലിപീഠത്തിൽ നമ്മൾ ഓർക്കുന്നു. നാലാമതായിട്ട് വിശ്വാസികളായ മരിച്ചുപോയവരുടെ ഓർമ്മ ബലിപീഠത്തിൽ നിർവഹിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയമമ്മയുടെയും വിശുദ്ധന്മാരുടെയും അതുപോലെ വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെയും വാങ്ങിപ്പോയ വിശ്വാസികളുടെയും ഓർമ്മയെ ബലിപീഠത്തിൽ ആഘോഷിക്കുകയും അവരുടെ ആ ആത്മാക്കളുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. അങ്ങനെ ഈ ആത്മാക്കളുടെ ഒരു സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കുന്നത്. അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ മറിയം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. മറിയാം ദിലേത്തു യുഹാനുൻ ദാംദോ ഹേനുൻ നഹൂൻ ലോക് മഫീസോനെ ഹ്ലോഫാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസാമുക്കി യോഹന്നാനും എന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത്. സുറിയാനിയിൽ ഉച്ചരിക്കുമ്പോൾ മറിയാം എന്ന വാക്കാണ് ആദ്യം ഉച്ചരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച മറിയാമിൻ്റെയും അതുപോലെ കർത്താവിനെ മാമോദിസാമുക്കി യോഹന്നാൻ്റെയും പ്രത്യേകമായ മധ്യസ്ഥം തേടിക്കൊണ്ടാണ്, അവരുടെ സാന്നിധ്യത്തെ തേടിക്കൊണ്ടാണ്, അവരുടെ ആത്മീകമായ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും പരസ്യമായിട്ട് പുരോഹിതൻ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തുയോബോയുടെ ഒരുക്ക ശുശ്രൂഷയിൽ 4 കൂട്ടം ആത്മാക്കളെ പുരോഹിതൻ ഓർമ്മിക്കുകയും അവരുടെ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി.
അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയായിട്ട് മാറുന്നത് ഇത് ആത്മലോകത്ത് നടക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയോടുകൂടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരീര മനസ്സുകളെ അടക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഒരു തൃത്വാരാധനയായിട്ട് വിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സുറിയാനി സഭയിലെ വിശുദ്ധ കുർബാന വെളുപ്പിനാണ് അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെയാണ് അർപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നതിന് മുമ്പ്, തലേ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് മറ്റ് ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അത് ഉപവാസത്തോടു കൂടിയുള്ള ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന. ഉപവാസം ദൈവത്തോട് അടുക്കുക എന്ന അർത്ഥത്തിൽ, അതുപോലെ ദൃശ്യലോകത്ത് നിന്ന് അദൃശ്യ ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എല്ലാ ഉപവാസവും. ഉപവസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തിയെ ദുർബലപ്പെടുത്തുകയാണ് ഉപവാസം ചെയ്യുന്നത്. ശരീരവും മനസ്സും ദുർബലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാവ് ശക്തി പ്രാപിക്കുന്നു. അങ്ങനെയാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധന എന്ന നിലയിൽ വിശുദ്ധ കുർബാന നമ്മൾ സംബന്ധിക്കുമ്പോൾ ഉപവാസത്തോടു കൂടി സംബന്ധിക്കുന്നു. ആ ഉപവാസത്തെ അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ സത്യത്തിലും ആത്മാവിലുമുള്ള ഈ ആരാധന ഒരു തൃത്വാരാധനയായി രൂപം കൊള്ളുന്നതിൻ്റെ ഒരു പടിയാണ് നമ്മൾ ഉപവാസത്തോടു കൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ നിയന്ത്രിതമായ സ്തുതിപ്പുകളാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. വിശുദ്ധ കുർബാന എന്ന ആരാധന സ്തുതിയുടെ ആരാധനയാണ്, സ്തുതിസ്തോത്രങ്ങളുടെ ആരാധനയാണത്. പിതാവായ ദൈവത്തെ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സ്തുതിക്കുന്ന ഒരു സ്തുതിപ്പിൻ്റെ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ അനിയന്ത്രിതമായ സ്തുതിപ്പുകൾ വിശുദ്ധ കുർബാനയിൽ പിതാക്കന്മാർ അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്? അനിയന്ത്രിതമായ സ്തുതിപ്പുകൾ ആരാധനയുടെ ഒരു ഭാഗമാണ്, എന്നാൽ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ അത് അനുവദിച്ചിട്ടില്ല. അതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം, അത് ചിട്ടപ്പെടുത്തിയ ഒരു ആരാധനയാണ്. അത് ആത്മാവിന് പ്രാമുഖ്യം നൽകുന്ന ഒരു ആരാധനയാണ്. സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയാണ്. ഉച്ചത്തിലുള്ള സ്തുതിപ്പുകൾ, അനിയന്ത്രിതമായ സ്തുതിപ്പുകൾ, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലങ്ങളിലേക്ക് അത് കടന്നു പോകാനായിട്ട്, വൈകാരിക തലങ്ങളിലേക്ക്, അനുഭൂതികളിലേക്ക് അത് കടന്നു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധന അനുഭൂതിയുടെ ഒരു ആരാധനയല്ല. അത് കേവലം ഭാവനാതലത്തിലുള്ള ഒരു ആരാധനയല്ല. അത് മനസ്സിൻ്റെ ഭാവനകളെ ഉയർത്തുന്ന ഒരു ആരാധനയല്ല. മനസ്സിൻ്റെയും ജഡത്തിൻ്റെയും ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയല്ല അത്. ജഡത്തെയും മനസ്സിനെയും ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ ഇമ്പപ്പെടുന്നത്, നേരെ മറിച്ച് ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന ആരാധനയ്ക്ക് അപ്പസ്തോലിക സഭകളിൽ, പ്രത്യേകിച്ചും അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സുറിയാനി സഭയിൽ വിശ്വാസസമൂഹം കൈകെട്ടിയാണ് നിൽക്കുക. എന്ന് പറഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും അടക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. പുരോഹിതന് പോലും കൈകൾ ഉയർത്താനായിട്ട് ചില പരിമിതികളുണ്ട്. തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിക്കൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കാറില്ല. അവിടെയും ജഡത്തിൻ്റെ പ്രവണതകളെ ചുരുക്കുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് അതിലുള്ളത്. അപ്പോൾ നമ്മളറിയുക, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ ഇമ്പപ്പെടുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സഹായത്താലാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത്. അത് പിതാവിന് അർപ്പിക്കുന്ന ഒരു ബലിയാണ്. അതുകൊണ്ട് അടക്കത്തോടുകൂടി, അതുപോലെ തന്നെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി, ഭയത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നമ്മൾ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നു. അതുകൊണ്ട് ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാവനകളെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയെയോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ പറയപ്പെടുന്ന പ്രാർത്ഥനകൾ, കൂദാശ വചനങ്ങൾ, ഇതിനെയെല്ലാം കൊണ്ട് നമ്മുടെ ഭാവനകളെ നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിചാരങ്ങളെ പിതാവിൻ്റെ പക്കലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുരോഹിതൻ നമ്മുടെ ബോധവിചാരങ്ങളെയും അതുപോലെ ഭാവനകളെയും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ എന്ന് പുരോഹിതൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വാസമൂഹം അത് ഏറ്റുപറയുകയും പിതാവിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മുടെ വിചാരങ്ങളെയൊക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന ഭൂമിയിലും സ്വർഗത്തിലും ഒരേ സമയം നടക്കുന്ന ഒരു ആരാധനയായിട്ടാണ് സുറിയാനി പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ
കാണുന്നത്. ഈ ആത്മതലമുള്ളതുകൊണ്ട് ആത്മീയരായ ആൾക്കാർ, ആത്മാവിൽ നിറഞ്ഞ വ്യക്തി, വിശ്വാസമൂഹവും പുരോഹിതനും വിശുദ്ധ ദേവാലയ സന്നിഹിതമാകുന്നു. അതുപോലെ പരിശുദ്ധ കന്യകാമറിയാമ്മയുടെയും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും അതുപോലെ വാങ്ങിപ്പോയ പുരോഹിതന്മാരുടെയും വാങ്ങിപ്പോയ വിശ്വാസികളുടെയും സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ അടച്ചിട്ട മുറികളിലാണ് നമ്മൾ നടത്തുക. ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ പൊതുവായ ഇടങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മുടെ പാരമ്പര്യം അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അടച്ചിട്ട മുറികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? അതിൻ്റെ വാതിലുകളും അടച്ചുകൊണ്ടായിരുന്നു മുൻകാലങ്ങളിലെല്ലാം. ആദ്യകാലങ്ങളിൽ എല്ലാ വാതിലുകളും വിശുദ്ധ കുർബാന വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് ബലിയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം വാതിലുകൾ അടയ്ക്കുന്ന ഒരു പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ കാരണം വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വിശുദ്ധ ബലി. വിശുദ്ധിയില്ലാതെ ആർക്കും ബലിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. മാമോദിസ സ്വീകരിച്ചവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കാനായിട്ട് സാധിക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായുടെ അടയാളത്തിൽ മുദ്രയിടപ്പെട്ട മാമോദീസായുടെ റൂഷ്മ സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രമേ വിശുദ്ധ കുർബാന എന്ന ബലിയിൽ പങ്കെടുക്കാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ഒരു ഘട്ടത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് ബലി ആരംഭിക്കുന്നതിന് മുമ്പ് മാമോദീസ സ്വീകരിക്കാത്തവരെല്ലാം ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഡീക്കന്മാർ വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം മുമ്പുണ്ടായിരുന്നു. അതിപ്പോഴും ചില സഭകളിലൊക്കെ തുടരുന്നുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ ദേവാലയത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം കഴിഞ്ഞ് ബലി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ ദൈവാലയത്തിലേക്ക് കടന്നു വരികയും പുറത്തു പോവുകയും ചെയ്തുകൊണ്ട് ആരാധനയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഒരു അർത്ഥവും അതിനുണ്ട്. അങ്ങനെ സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു തൃത്വാരാധനയായി വിശുദ്ധ കുർബാനയെ നമ്മൾ ആഴമായി പരിചയപ്പെടുമ്പോൾ ആരാധന യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു തൃത്വാരാധനയായി രൂപം കൊള്ളുകയും അത് നമ്മുടെ ശരീര മനസ്സുകൾക്കും ആത്മാവിനും അത് നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയും പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് ഒരു പരിശുദ്ധാത്മാ അഭിഷേക ആരാധനയായി അത് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരേക്കും ഇപ്രകാരം ചെയ്യുവാൻ അവിടെ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ സജീവമായി സംബന്ധിക്കുവാനും ഇമ്പപ്പെടുവാനും നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ. അതിന് പിതാവായ ദൈവം പുത്രൻ തമ്പുരാൻ മുഖാന്തരം പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.